എല്ലാവർക്കും വാൽമീകി രാമായണ ചിന്തകളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 30 ദിവസമായി നമ്മൾ വളരെ രസകരമായി വാൽമീകി രാമായണത്തിലെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ഇന്ന് കർക്കടക മാസത്തിലെ അവസാനത്തെ ദിവസമാണ്. നാളെ കൊല്ലവർഷം ആരംഭിക്കുകയാണ്. രാമായണ മാസമായ കർക്കടക മാസത്തിൽ കഴിഞ്ഞ 30 ദിവസമായിട്ട് നാം വാൽമീകി രാമായണത്തിലെ വിവിധങ്ങളായ ചിന്തകളെക്കുറിച്ച് പല പ്രകാരത്തിൽ ആഴ്ന്ന ചിന്ത വേണ്ട പല കാര്യങ്ങളെക്കുറിച്ചും ഒന്ന് സ്പർശിച്ചു പോകാനെങ്കിലും ശ്രമിച്ചു എന്ന ഒരു ചാരിതാർത്ഥ്യത്തിലാണ് ഞാനുള്ളത്. വാൽമീകി രാമായണത്തിൻ്റെ സംഗ്രഹമോ അല്ലെങ്കിൽ വാൽമീകി രാമായണത്തിലെ ഏതെങ്കിലും ഒരു കാണ്ഡമോ ക്രമത്തിൽ ചർച്ച ചെയ്യാനല്ല നമ്മൾ ശ്രമിച്ചത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. മറിച്ച് വാൽമീകി രാമായണത്തിന് മാത്രം സവിശേഷമായതും സുപ്രധാനമായതുമായ ആശയങ്ങളെയും ആഖ്യാനങ്ങളെയും തിരഞ്ഞെടുത്ത് അവതരിപ്പിക്കുക എന്ന ഒരു പദ്ധതിയാണ് നമ്മൾ ചെയ്തു പോകുന്നത്. ഭാരതത്തിലും അതേപോലെ വിദേശങ്ങളിലുമായി പ്രചരിതമായ വിവിധങ്ങളായ രാമായണങ്ങളെക്കുറിച്ചും അതിൻ്റെയെല്ലാം മൂലസ്രോതസ്സായി നിൽക്കുന്ന ആദികാവ്യമായ വാൽമീകി രാമായണത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ടാണ് നാം ഈ ഒരു 31 ദിവസത്തെ രാമായണ ചിന്ത തുടങ്ങി വെച്ചത്. നാം കേട്ട രാമായണ കഥയിലെ പലതും വാൽമീകി രാമായണത്തിൽ കാണാനാകുന്നില്ല എന്നും വാൽമീകി രാമായണത്തിലുള്ള പല കാര്യങ്ങളും നാം കേട്ടിട്ടോ അറിഞ്ഞിട്ടോ തന്നെ ഇല്ല എന്നുമുള്ള കാര്യം ആദ്യ ദിവസം തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. അടുത്ത ദിവസം നമ്മൾ ചർച്ച ചെയ്തത് വാൽമീകി രാമായണത്തിൽ തന്നെയുള്ള രാമകഥയുടെ മൂലശ്ലോകത്തെക്കുറിച്ച് ഒരു പ്രത്യേകമായ ഒരു ആഴത്തിലുള്ള ചിന്തയാണ് നമ്മൾ ചെയ്യുന്നത്. മാനിഷാദ എന്ന് തുടങ്ങുന്ന ആ ശ്ലോകത്തിൽ മറഞ്ഞിരിക്കുന്ന രാമകഥയുടെ സംഗ്രഹത്തെ നാം കണ്ടെത്തി. ഈ ശ്ലോകം താൻ അറിയാതെ തന്നെ തന്റെ വായിൽ നിന്ന് ഉതിർന്ന ശേഷം അതേക്കുറിച്ച് വാൽമീകി മഹർഷി വളരെ ഗൗരവത്തോടെ ചിന്തിച്ചു എന്നാണ് പറഞ്ഞിരുന്നത്. വാൽമീകിയുടെ ചിന്ത പോയ ആ വഴിയെ നമ്മൾ ആകാവുന്ന വിധത്തിൽ സഞ്ചരിച്ചു നോക്കി എന്ന് മാത്രമേ ഇന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. തുടർന്ന് ഈ ശ്ലോകത്തിന് ഋഗ്വേദത്തിലെ ഒരു മന്ത്രവുമായുള്ള ബന്ധം, ദ്വാസുപർണ സയുജ സഖായ എന്ന് തുടങ്ങുന്ന മന്ത്രവുമായുള്ള സംബന്ധത്തെക്കുറിച്ച് നമ്മൾ ഒന്നൊന്ന് മനസ്സിലാക്കാൻ പരിശ്രമിച്ചു. വാൽമീകി രാമായണത്തിലെ ഈ മൂലശ്ലോകത്തിൽ മാത്രമല്ല, വേദങ്ങളുടെ ശീതളഛായയിൽ എഴുതപ്പെട്ട ഗ്രന്ഥം എന്നതിനാൽ വാൽമീകി രാമായണത്തിൽ എല്ലായിടത്തും സർവത്ര അത് ധർമ്മചിന്തയിലാകട്ടെ, അതേപോലെ മറ്റ് വർണ്ണനകളിലാകട്ടെ, വൈകാരികമായ ചിന്തകളിലാകട്ടെ, സ്നേഹത്തിലാകട്ടെ, സർവത്ര വേദത്തിന്റെ സ്വാധീനം പ്രത്യക്ഷമോ പരോക്ഷമോ ആയിട്ട് നമുക്ക് കാണാൻ സാധിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അയോധ്യാപുരിയിലെ ജനങ്ങൾ വേദങ്ങളെ മാനിക്കുന്നവരും വേദപഠനം ചെയ്യുന്നവരുമാണെന്ന കാര്യം നാം ബാലകാണ്ഡത്തിലെ അയോധ്യ വർണ്ണനയിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. വൈദിക യജ്ഞങ്ങളുടെ വിശേഷിച്ചും അഗ്നിഹോത്രത്തിന്റെ സ്വാധീനം എങ്ങനെയാണ് വാൽമീകി രാമായണത്തിൽ ഉടനീളം നാം കാണുന്നത് എന്ന കാര്യവും വിശദമായി തന്നെ നമ്മൾ ചർച്ച ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അയോധ്യയിലും ചിത്രകൂടത്തിലും ദണ്ഡകാരണ്യത്തിലും അതേപോലെ കിഷ്കിന്ധയിലും ലങ്കാപുരിയിലും വരെ യജ്ഞ സംസ്കാരം വ്യാപിച്ചു കിടന്നു എന്ന് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. വ്യക്തി, കുടുംബം, രാഷ്ട്രം, പ്രകൃതി തുടങ്ങിയ വിവിധ തലങ്ങളിലൂടെ നമ്മുടെ ചർച്ചകൾ കടന്നുപോയി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഉത്തമനായ ഒരു വ്യക്തിയുടെ ഗുണങ്ങളെ നാം രാമനില് യഥാർത്ഥത്തിൽ കണ്ടെത്തുകയായിരുന്നു. വാൽമീകി നാരദനോട് ചോദിച്ച 15 വിശേഷ ഗുണങ്ങളെ ഓരോന്നിനെയും നാം പ്രത്യേകം എടുത്ത് പഠിച്ചത് ഈ അവസരത്തിൽ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് മാത്രമല്ല, സത്യം, അഹിംസ എന്നീ ഗുണങ്ങളെ പ്രത്യേക വിഷയങ്ങളായി ഓരോ ദിവസങ്ങളിൽ നാം ചർച്ച ചെയ്തത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഓരോരുത്തർ ഓർക്കുന്നുണ്ടാവും. ജാബാലിയുടെ വാദങ്ങൾക്കുള്ള രാമന്റെ മറുപടിയിൽ നിന്നാണ് രാമന് സത്യത്തോടുള്ള പ്രതിപത്തി എത്രത്തോളമാണ് എന്ന് നാം മനസ്സിലാക്കിയത്. മനോവികാരജന്യങ്ങളായ 3 ദോഷങ്ങളെക്കുറിച്ചും അതിൽ മൂന്നാമത്തേതായുള്ള വൈരം കൂടാതെയുള്ള പരഹിംസ രാമനിൽ ഉണ്ടോ എന്നുള്ള സീതയുടെ സംശയവും അതിന് ശ്രീരാമചന്ദ്രൻ നൽകിയ മറുപടിയും നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. ധർമ്മപാഠം നമുക്ക് രാമനിൽ നിന്നു മാത്രമല്ല,
രാക്ഷസകുലജാതനായ വിഭീഷണനിൽ നിന്നും ഉൾക്കൊള്ളാൻ സാധിച്ചു എന്ന് വേണം പറയാനായിട്ട്. വിഭീഷണന്റെ വിലാപത്തെക്കുറിച്ചുള്ള വർണ്ണനയിൽ നിന്നും ധർമ്മത്തിന് അതീതമാകരുത് സ്നേഹവും ദ്വേഷവും എന്ന സന്ദേശവും നാം ഉൾക്കൊള്ളുകയാണ്. കുടുംബതലത്തിലേക്ക് വന്നാൽ ദശരഥന്റെ പുത്രസ്നേഹത്തെക്കുറിച്ചാണ് നാം ആദ്യം ചർച്ച ചെയ്തത്. ദശരഥന്റെ ആജ്ഞപ്രകാരമാണ് രാമൻ രാജ്യം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോയത് എന്ന തെറ്റുധാരണയെ നീക്കം ചെയ്യുവാനായിട്ട് നാം അയോധ്യാകാന്ഡത്തിലെ ദശരഥ കൈകേയി സംവാദവും ശ്രീരാമ കൈകേയി സംവാദവും എല്ലാം പ്രത്യേകം ചർച്ച ചെയ്തത് അനുവാചകർ ഓർക്കുന്നുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. പുത്രവിരഹത്താൽ മരണം വരിച്ച ഒരു അച്ഛനെയാണ് വാസ്തവത്തിൽ വാൽമീകി നമ്മുടെ മുമ്പിൽ കാട്ടിത്തരുന്നത് എന്ന് ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി. തുടർന്ന് രാമന്റെ പിതൃസ്നേഹത്തെക്കുറിച്ചും അതേപോലെ മാതൃസ്നേഹത്തെക്കുറിച്ചും നാം വളരെ ആഴത്തിൽ ചർച്ച ചെയ്തു. ദശരഥന്റെ മരണവാർത്ത അറിഞ്ഞപ്പോഴുള്ള രാമന്റെ പ്രതികരണത്തിൽ നിന്നുമാണ് രാമന് തന്റെ അച്ഛനോടുണ്ടായിരുന്ന സ്നേഹത്തിന്റെ തീവ്രത നാം മനസ്സിലാക്കിയത്. രാമന്റെ മാതൃസ്നേഹത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ കൗസല്യയെക്കുറിച്ച് മാത്രമല്ല നാം പറഞ്ഞത്. തന്റെ വനവാസത്തിന് കാരണമായ കൈകേയിയോട് പോലും ഏതു വിധത്തിലാണ് രാമൻ സ്നേഹാദരങ്ങൾ വെച്ചു പുലർത്തുന്നത് എന്നറിയണമെങ്കിൽ സ്വന്തം അമ്മയായ കൈകേയിയെ ശപിച്ചു പറയുന്ന ഭരതനെ രാമൻ തിരുത്തുന്ന ആ ഒരൊറ്റ സന്ദർഭം മാത്രം പരിഗണിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതെല്ലാം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിശദമായി ചർച്ച ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇതെല്ലാം നാം വളരെ ഗൗരവത്തിൽ തന്നെ ചർച്ച ചെയ്ത് കഴിഞ്ഞ വിഷയങ്ങളാണെങ്കിലും ഒരിക്കൽ കൂടി ഞാനതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതേപോലെ ലക്ഷ്മണന്റെയും ഭരതന്റെയും സഹോദര സ്നേഹത്തെക്കുറിച്ച് നാം വളരെ ഗൗരവത്തിൽ തന്നെ ചർച്ച ചെയ്തു. രാവണന്റെ ദുഷ്പ്രവൃത്തി നിമിത്തം സീതയെ പിരിഞ്ഞിരിക്കേണ്ടി വന്ന രാമന്റെ വ്യസനത്തെ വാൽമീകി അവതരിപ്പിച്ചിരിക്കുന്നതിൽ നിന്നും ഭാര്യയോട് ഒരു ഭർത്താവിനുണ്ടായിരിക്കേണ്ട സ്നേഹം എന്തായിരിക്കണമെന്നും നാം മനസ്സിലാക്കുകയുണ്ടായി. ഇതെല്ലാം ചേർത്ത് വെച്ചാൽ വാസ്തവത്തിൽ നമുക്ക് ലഭിക്കുക വേദങ്ങളിൽ പറഞ്ഞ ഉത്തമ കുടുംബ സങ്കല്പത്തെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അച്ഛന്റെയും അമ്മയുടെയും മകന്റെയും സഹോദരങ്ങളുടെയും ഭാര്യയുടെയും ഭർത്താവിന്റെയും എല്ലാം ഉത്തമമായ മാതൃകകളെ വാൽമീകി എത്ര ഉദാത്തമായാണ് രാമകഥയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ഒന്ന് ആഴത്തിൽ ചിന്തിക്കേണ്ടതാണ്. ഇനി നമ്മൾ വീണ്ടും അടുത്തതായി എടുത്തു പഠിച്ചത് വാൽമീകി രാമായണത്തിലെ രാഷ്ട്രപരമായ വിഷയങ്ങളെ കുറിച്ചായിരുന്നു. രാഷ്ട്രത്തിന്റെ സമൃദ്ധിയുടെ സങ്കല്പം ബാലകാണ്ഡത്തിലെ അയോധ്യ വർണ്ണനയിലൂടെയാണ് നാം കാണുന്നത്. രാമൻ ഭരതന് നൽകിയ ഭരണോപദേശങ്ങൾ പ്രാചീന ഭാരതത്തിലെ രാഷ്ട്രതന്ത്രജ്ഞതയെയാണ് നമ്മളെ മുമ്പിൽ വെളിവാക്കി തരുന്നത്. അത് എത്രത്തോളം ആഴത്തിലുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ചാണക്യ സൂത്രങ്ങളും അർത്ഥശാസ്ത്രവും ഒക്കെ നാം ഉദ്ധരിച്ചുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ഗൗരവമായി പഠിക്കുകയുണ്ടായി. മന്ത്രിയെയും മറ്റു ഉദ്യോഗസ്ഥരെയും തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഒരു രാജാവ് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ രാമൻ ഭരതന് വിശദീകരിച്ചു കൊടുത്ത സന്ദർഭങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ രാമനിലെ രാഷ്ട്രതന്ത്രജ്ഞനെ കുറിച്ച് നമുക്ക് സുതരാം വെളിവാകാൻ തുടങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. രാമനിൽ നിന്ന് മാത്രമല്ല, രാക്ഷസിയായ ശൂർപ്പണഖയിൽ നിന്ന് പോലും രാഷ്ട്രതന്ത്രത്തെ ഉൾക്കൊള്ളാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ശൂർപ്പണഖ രാവണ സംവാദത്തിൽ നിന്നും ചാരന്മാരുടെ നിയോഗത്തെ സംബന്ധിച്ചും പ്രജകളോട് വേണ്ട രാജാവിന്റെ സംബന്ധത്തെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചുമെല്ലാം നമുക്ക് പഠിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. വാൽമീകി രാമായണത്തിലെ പ്രകൃതി വർണ്ണനകൾ എന്ന അധികമാരും ചർച്ച ചെയ്ത് കാണാത്ത ഒരു വിഷയത്തിലേക്കും നാം പല ദിവസങ്ങളിലായി കടന്നു ചെന്നു. അതിന് ഒരുപാട് ആളുകൾ നന്ദി പറഞ്ഞുകൊണ്ട് കമന്റ് ഇടുകയും ഫോണിൽ വിളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. ദേശവർണ്ണനകളും കാലവർണ്ണനകളും അതിൽ ഉൾപ്പെടുകയും ചെയ്തു. വനങ്ങളെയും നദികളെയും പർവ്വതങ്ങളെയും സസ്യജന്തുജാലങ്ങളെയും വനവാസികളായ മനുഷ്യരെയുമെല്ലാം സമസ്പർശിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഈ വർണ്ണനകളിൽ ജീവികളും ആവാസ വ്യവസ്ഥയും തമ്മിലുള്ള ജീവത്തായ ബന്ധത്തെ വാൽമീകി മഹർഷി കാവ്യഭംഗിയോടെ ചിത്രീകരിക്കുന്നത് നമ്മെ ആശ്ചര്യചകിതരാക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കുകയെങ്കിലുമാകാം. രാമന്റെ ചിത്രകൂട വർണ്ണനയിലാണ് നാം ആദ്യമായി ആദി കവിയുടെ പ്രകൃതി സൗന്ദര്യ വർണ്ണനയെ പരിചയപ്പെടുന്നത്. തുടർന്ന് ഹേമന്തം, വർഷം, ശരത്ത് തുടങ്ങി 3 ഋതുക്കളെ കുറിച്ചുമുള്ള അതിമനോഹരമായ മനോജ്ഞമായ വർണ്ണനകൾ നാം ഓരോ ദിവസവും ചർച്ചയ്ക്കെടുത്തത് അനുവാചകര് പ്രേക്ഷകര് ഓർക്കുന്നുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു.
കേവലമായ പ്രകൃതി വർണ്ണനകളായിരുന്നില്ല അവയൊന്നും. കാവ്യാലങ്കാരത്തിന്റെ ഉത്തമമായ രൂപങ്ങളായിരുന്നു, മാതൃകകളായിരുന്നു അത് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഹേമന്ത ഋതുവർണ്ണനയിൽ മങ്ങിയ മണ്ഡലത്തോടുകൂടിയ ചന്ദ്രനെ നിശ്വാസവായുവിനാൽ മങ്ങിയ കണ്ണാടിയോടും മഞ്ഞിനാൽ മങ്ങലേറ്റ നിലാവിനെ വാടിത്തളർന്ന സീതയോടും ഉപമിച്ചത് നാം കണ്ടതാണ്. രാജഭോഗങ്ങൾ ത്യജിച്ച് ശൈത്യകാലത്ത് നിലത്ത് ശയിക്കുന്ന ഭരതനെ അദ്ദേഹത്തിന്റെ തന്നെ ജന്മനക്ഷത്രമായ പുഷ്യനക്ഷത്രം പ്രഭമങ്ങി നിൽക്കുന്നതായി പരോക്ഷമായി വർണ്ണിച്ചതിനെയും നാം ഓർക്കുന്നുണ്ടാവും. ഇപ്പോൾ വർഷ ഋതു വർണ്ണനയിലാകട്ടെ നീരാവിയെ പാനം ചെയ്ത് 9 മാസം ഗർഭത്തിൽ ചുമന്നു പ്രസവിച്ച ആകാശത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്. മഴയെ സീതയുടെ കണ്ണീർ വാർക്കലിനോടും സുഗ്രീവന്റെ അഭിഷേകത്തോടും കവി ഉപമിക്കുന്നുണ്ട്. നീർച്ചാലുകളെ പൂണൂലിനോടും മിന്നൽ പിണരുകളെ സ്വർണച്ചാട്ടകളോടും മഴയുടെ ശബ്ദത്തെ വനത്തിലെ സംഗീത കച്ചേരിയോടും കവി ഉപമിച്ചത് നാം കണ്ടതാണ്. ശരത്കാല വർണ്ണനയിലാകട്ടെ ശരത്കാലാരംഭത്തിൽ ഉത്സാഹം വീണ്ടെടുക്കുന്നവരും ഉത്സാഹം നശിച്ചവരുമായ വിവിധങ്ങളായ ജീവികളെ കുറിച്ച് പറഞ്ഞ ശേഷം പൊതുവെ രാജാക്കന്മാർ യുദ്ധത്തിനായി ഉത്സുകരാകുന്ന ഈ സമയത്ത് സുഗ്രീവ മഹാരാജാവിന് മാത്രം സീതാന്വേഷണത്തിൽ യാതൊരു ഉത്സാഹവും കാണുന്നില്ലല്ലോ എന്ന് രാമൻ ലക്ഷ്മണനോട് പറയുന്ന അതിസുന്ദരമായ വർണ്ണനകളെയെല്ലാം നാം വളരെ ഗൗരവത്തോടു കൂടി തന്നെ പരിഗണിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കർക്കടക മാസത്തിലെ എല്ലാ ദിവസങ്ങളിലും നമ്മൾ ഇത്തരത്തിലുള്ള ഓരോ വിഷയങ്ങളെയും നമ്മൾ ചർച്ച ചെയ്യുണ്ടായി. ഇവിടെയെല്ലാം വനത്തിന്റെ സൗന്ദര്യമാണ് നാം കണ്ടതെങ്കിൽ വനത്തിന്റെ ഭീകരതയെക്കുറിച്ച് രാമൻ സീതയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന ഭാഗവും നാം മറ്റൊരു ദിവസം ചർച്ചയ്ക്കായി എടുത്തത് എന്റെ അനുവാചകർ ഓർക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു. ഈ പ്രകൃതി വർണ്ണനകളിലെല്ലാം നേരത്തെ പറഞ്ഞ പോലെ വിളാവ്, പ്ലാശ്, നിർമരുത്, കുടകപ്പാല, അതേപോലെ യവം, ഗോതമ്പ്, നെല്ല്, ദർഭ, കാശ്, ഞാങ്ങണ, ആയ്ക്കരിമ്പ് തുടങ്ങി വിവിധങ്ങളായ സസ്യങ്ങളെക്കുറിച്ചും ആന, സിംഹം, മയിൽ, കുളക്കോഴി, ഹംസം, മാൻ, കുരങ്ങ്, സർപ്പങ്ങൾ തുടങ്ങി അനേകം ജന്തുക്കളെക്കുറിച്ചും ഇവ ഋതുകാലങ്ങളോട് പ്രതികരിക്കുന്ന രീതികളെക്കുറിച്ചും ഒക്കെ വർണ്ണിച്ചത് നമ്മൾ കാണുകയുണ്ടായി. ഈ പ്രകൃതി വർണ്ണനകളോടൊക്കെ വാസ്തവത്തിൽ നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെ കുട്ടികൾ ഇതൊക്കെ പഠിക്കേണ്ട പാഠങ്ങളാണ്. അവരിൽ ഒരേ സമയം പ്രകൃതിയോടുള്ള സ്നേഹവും സൗന്ദര്യബോധവും വളർത്തുവാൻ ഈ രാമായണ ഭാഗങ്ങൾക്ക് സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. മസ്തിഷ്കത്തിന്റെ വലതുഭാഗത്തെ പുഷ്ടിപ്പെടുത്തുന്നതാണ് രാമായണത്തിലെ ഈ പ്രകൃതി വർണ്ണനകളും കാവ്യാലങ്കാരങ്ങളും എല്ലാം, അതേപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ സ്നേഹപാഠങ്ങളുമെല്ലാം. എന്നാൽ ധർമ്മചിന്തനമാകട്ടെ ഇടത് മസ്തിഷ്കത്തെ പുഷ്ടിപ്പെടുത്തുന്നതാണ്. എന്നാൽ കുട്ടികളുടെ ഇടത് വലത് മസ്തിഷ്കങ്ങളുടെ വികാസം ഒരേപോലെ സാധ്യമാക്കുന്ന ഒരു ഉപാധി എന്ന നിലയ്ക്ക് ആരും ഇന്നേ വരെ വാൽമീകി രാമായണത്തെ നോക്കിക്കണ്ടതായിട്ട് എന്റെ അറിവിലില്ല. ഇങ്ങനെ വിവിധ മാനങ്ങളോടുകൂടിയ ഒരു ഉത്തമ സാഹിത്യ സൃഷ്ടിയാണ് വാൽമീകി രാമായണം എന്ന് അതിനെ സൂക്ഷ്മമായി പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക. എന്നിട്ടും പല രീതിയിലുള്ള വികലമായ വ്യാഖ്യാനങ്ങൾ ഇന്നും വാൽമീകി രാമായണത്തിന് ചമയ്ക്കപ്പെടുന്നു എന്നത് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം കൂടിയാണ്. ബ്രാഹ്മണരെ സംരക്ഷിക്കുകയും അവർക്ക് എതിര് നിൽക്കുന്നവരെ കൊല്ലുന്നതിനുമുള്ള ധാർമ്മികമായ അധികാരം രാജാവിന് കൽപ്പിച്ചു നൽകുന്നതിനും വേണ്ടി ബൗദ്ധ സാഹിത്യത്തെ അടിസ്ഥാനമാക്കി രചിക്കപ്പെട്ട കൃതിയാണ് വാൽമീകി രാമായണമെന്നും ഭാരതത്തിൽ പിൽക്കാലത്തുണ്ടായ മുസ്ലിം അധിനിവേശത്തെ ചെറുക്കുക എന്ന ഉദ്ദേശത്തിൽ ആ കൃതി മനഃപൂർവ്വം പ്രചരിപ്പിച്ചതിന്റെ ഫലമായാണ് ഇന്നത്തെ രീതിയിൽ വാൽമീകി രാമായണം പ്രസിദ്ധി നേടിയത് എന്ന് വരെ പറഞ്ഞ ഇൻഡോളജിസ്റ്റുകൾ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. അത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് പിന്നീട് ഒരിക്കൽ ചർച്ച ചെയ്യാം. ഇന്ന് ഈ അവസരത്തിൽ നമുക്ക് അതിന് സമയം ഇല്ല എന്ന് മാത്രമേ പറയാം. നമുക്ക് കർക്കടക മാസത്തിൽ ഉപാസനയുടെ ഈ ഘട്ടത്തിൽ നമ്മൾ അത്തരം വിഷയങ്ങളിലേക്ക് പോകുന്നില്ല എന്ന് മാത്രം. ഇതുകൂടാതെ വേറെയും ചില വിവാദങ്ങൾ വാൽമീകി രാമായണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. സീതാ പരിത്യാഗം, ശംഭൂകവധം തുടങ്ങിയ അനേകം കാര്യങ്ങൾ ഇതിൽ പ്രധാനപ്പെട്ടതാണ്. ഇക്കാരണത്താലാണ് ഈ രണ്ട് വിഷയങ്ങളെയും ഇപ്പോൾ നടന്നുകൊണ്ടിരുന്ന രാമായണ ചിന്തയിൽ ഉൾപ്പെടുത്തിയത്. ഈ ഭാഗങ്ങൾ കടന്നു വരുന്ന ഉത്തരകാണ്ഡത്തെയും നമ്മൾ വിശദമായ മീമാംസയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. പുതിയ ഒട്ടേറെ കാര്യങ്ങൾ അനുവാചകർക്ക് ഈ വിശകലനങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുമെന്നാണ് എന്റെ പ്രത്യാശ. അവസാന 2 ദിവസങ്ങളിൽ വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിൽ വിവരിക്കുന്ന രാമനും വിശ്വാമിത്രനും തമ്മിലുള്ള ഗുരുശിഷ്യ ബന്ധത്തെക്കുറിച്ചും
അതിലൂടെ ഭാരതത്തിന്റെ ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ സവിശേഷതകളെ കുറിച്ചുമെല്ലാം നാം ചർച്ച ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അതോടുകൂടിയാകുമ്പോൾ തന്നെ നമുക്ക് ഏതാണ്ട് ഭാരതീയ സംസ്കാരത്തെക്കുറിച്ചുള്ള ഒരു മനോഹരമായ ഒരു ഹ്രസ്വചിത്രം നമ്മിൽ ഭാവനയിൽ ഉണ്ടായി വരും എന്നാണ് ഞാൻ പ്രത്യാശിച്ചത്. ഇങ്ങനെ 30 ദിവസം നാം കൈകാര്യം ചെയ്ത വിഷയങ്ങളിലൊക്കെയും വാസ്തവത്തിൽ കൂടുതൽ വിശദമായി പറയേണ്ടുന്ന, ആഴങ്ങളിൽ പഠിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണുള്ളത്. എന്നാൽ ഇപ്പോൾ എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെ സമയവും ശ്രദ്ധയും കൂടി പരിഗണിച്ച് അവയെ ശരാശരി ഒരു 10 മിനിറ്റ്, ഒരു 12 മിനിറ്റിൽ ദൈർഘ്യത്തിലേക്ക് ചുരുക്കി അവതരിപ്പിക്കുകയാണ് ചെയ്തത്. ഏതായാലും ഇന്ന് നമ്മൾ കുറച്ച് ഗൗരവമായി, കുറച്ചുകൂടി ആഴത്തിൽ ഈ വിഷയം നമ്മൾ ഉപസംഹരിക്കുകയായിരുന്നു. എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ചയിലേക്ക് കൊണ്ടുവന്നു. ഏതായാലും ഈ കഴിഞ്ഞ 30 ദിവസവും എൻ്റെ വാൽമീകി രാമായണ ചിന്ത കേട്ടുകൊണ്ടിരുന്ന എല്ലാ അനുവാചകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ ആദ്യമേ പറയുകയാണ്. പലരും ഈ ഇത് പഠിച്ച ശേഷം പലപ്പോഴും നേരിട്ട് ഫോണിൽ വിളിച്ചവരുണ്ട്, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയവരുണ്ട്, ഇമെയിലിൽ അയച്ചവരുണ്ട്, വാട്സപ്പിൽ അയച്ചവരുണ്ട്. എല്ലാവർക്കും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം അർപ്പിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. എല്ലാവർക്കും ഈ വാൽമീകി രാമായണ ചിന്ത കർക്കടക മാസത്തിൽ നമുക്ക് പഠിക്കാൻ സാധിച്ചതിന് എന്നെ സഹായിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി എൻ്റെ വിനീതമായ നമസ്കാരം അറിയിച്ചുകൊണ്ട് കൂടുതൽ ഈ കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മാസത്തെ, കർക്കടക മാസത്തെ വാൽമീകി രാമായണ ചിന്ത അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഓം ദ്യൗ ശാന്തിരന്തരിക്ഷം ശാന്തി പൃഥിവി ശാന്തിരാപശാന്തിരോഷധയ ശാന്തി വനസ്പതയ ശാന്തിർ വിശ്വേ ദേവാ ശാന്തി ബ്രഹ്മശാന്തി സർവം ശാന്തി ശാന്തിരേവ ശാന്തി സാ ശാന്തിരേധേ. ഓം ശാന്തി ശാന്തി ശാന്തി.